നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ നിസാറാണ്. അപ്പോൾ ഇന്നലെ നേരം വെളുക്കുന്നവരെ നല്ല മഴ പെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ നമ്മൾ ഇന്നാൾ ഉണ്ടാക്കിയ മീൻകൂട് നമ്മൾ തോട്ടിൽ വെച്ചിട്ട് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ മീൻകൂട് ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോയിട്ട് കാണണം. ഇവിടെ എന്താണോ സാറേ ആ തൊള്ളക്ക് കറക്റ്റ് ഗ്യാപ്പാണ്. ഇവിടെയാണ് നമ്മൾ കൂട് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇന്നാളെ നമ്മൾ കൂട് വെച്ചത് തിരിച്ചാണ്, അതായത് ഇങ്ങനെയാണ് കൂട് വെച്ചത് ഒഴിക്കല്. ഇപ്പോൾ നമ്മൾ നല്ല തിരിച്ച് ഇങ്ങനെയാണ് കൂട് വെക്കലെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ രീതിയിലൊന്ന് കൂട് വെച്ച് വെക്കും. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം എൻ്റെ ഒരുപാട് ഇവിടെ ഭയങ്കര ചൂടാണല്ലോ. നടക്കൂല. ഇവിടെ ഇങ്ങനെ കൂട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ സൈഡിൽ നമുക്ക് വേണ്ടത് കൂട് വെക്കാൻ ആദ്യത്തെ ഇത് ഓക്കെ ആണ് അല്ലേ? അടിച്ചു കൊടുക്കുന്നാലേ നമ്മൾ ആമർ എടുത്തിട്ട് അടിക്കും. ആമറുണ്ട് കേട്ടോ. വിട്ടാലേ എവിടെ പോവും. സാറേ നമുക്ക് ചപ്പിരിക്കണ്ടേ? വല കൂട് പോകാതെ വെക്കാനായി കയറ് കിട്ടണേ. നല്ല വെള്ളം വരുന്ന തോടാ. നമ്മളെ കുഞ്ഞാപ്പാണ് ഉണ്ടോ? കുഞ്ഞാപ്പ മീൻ പിടിച്ചൊരു പിടുത്തം കഴിഞ്ഞപ്പോൾ പോയതാണ്. നമ്മൾ ചെന്നപ്പോഴേ വന്നതാണ്. ഇതെങ്ങനെ കിട്ടും? അങ്ങോട്ട് ഇട്ടുണ്ട്. എന്നാ ഈ പ്ലാവിന് ചുറ്റും ഈ പ്ലാവിന് ചുറ്റാ പറ്റൂല. കുടിക്ക നാട്ടിലോളം കറക്കാൻ തോളൻ്റെ നോക്കല്ലേ? മീൻ കറിയില്ലേ? അങ്ങനെ മണ്ണിട്ട് കാലേ സാ കൊണ്ടക്ക് കൊണ്ട എടുക്കുക പത്ത് നോക്കുമ്പോൾ കടിക്കാത്ത അല്ല കെട്ടാൻ വേണ്ടി ഇച്ചേ കെട്ടുമ്പോൾ നടപ്പ് കഴിച്ചിലായി ആക്കെ പോവും. അങ്ങനെ ഒന്ന് തടയണം. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എത്ര മൊത്തം വെറുതെ മഴ ഉണ്ടെങ്കിൽ ഈ പൈതൽ വയ്ക്കുക. എത്ര നേരം മഴ ഉണ്ട് ഉറക്കണേ? കൊറോണയൊക്കെ വരും. സാറേ ഒന്നേന്ന് അജ്മ തട്ടിപ്പോയോ? ഒന്നേന്ന് അജ്മ തട്ടിപ്പോയിക്കണോ? അതെ മലമ്മ എന്തുമ്മേണ് ഈ ഒരു പ്ലാവിൽ കെട്ടിയിട്ടിട്ടുണ്ട് ഈ കൂട് ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വേണ്ട വെള്ളം താഴോട്ടാണ് ഒലിച്ചു പോണത്. നമ്മൾ ഈ വെള്ളത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂട് വെച്ചിട്ടുള്ളത്. കൂടിൻ്റെ ബാക്ക് ഭാഗമാണ് മുകളിൽ കാണുന്നത്. ഇപ്പം പുഴയിൽ നിന്ന് വരുന്ന ചാലിയാപ്പുഴ നിറഞ്ഞിട്ട് മീൻ കയറുകയാണെങ്കിൽ ഈ വഴി മീൻ പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാപ്പിൽ കുടുങ്ങും. അതാണ് സിസ്റ്റം. എന്തായാലും മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നാൾ കൂട് വെച്ച സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കൂട് വെച്ചിരുന്നത്. അപ്പോൾ ആ പ്രാവശ്യം ഒരുപാട് ആൾക്കാർ നമ്മളോട് കമൻ്റായിട്ട് പറഞ്ഞു കൂട് വെക്കൽ തിരിച്ചാണ്, ഓപ്പോസിറ്റാണ് വെക്കൽ. അതുകൊണ്ടാണ് നമ്മൾ മുഖം താഴോട്ടായിട്ട് മുകളിലേക്ക് മീൻ കയറുമ്പോൾ ഈ ട്രാപ്പ് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കൂട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഏകദേശം
ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ലെവൽ എങ്ങനെയൊക്കെ നോക്കിയിട്ട് ആണ് നമ്മൾ കൂട് എടുക്കാൻ പോകുന്നത്. എടാ മീന് ഉണ്ട്. ഒരു പെരലും കുട്ടിന്റെ കണ്ണിതാ തല കുടുങ്ങി. ഞങ്ങൾ മീനുണ്ട്, കോയാട്ടിയുണ്ട്. കാണുന്നുണ്ടോ? ഞണ്ട് നമ്മളെ ഞണ്ട് കടിച്ചു മുറിച്ചതാണത്. നമ്മൾ വരാൻ നേരം വൈകി പോയി. പൊടി കിട്ടിയോ? പോയില്ലേ? ആകെ 4 കിട്ടിയതാ. കൂടൊക്കെ എടുത്തു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചത്ര മീനൊന്നും കിട്ടിയില്ല കൂട്ടിൽ. എന്താണെന്നറിയില്ല, ചിലപ്പോൾ മീൻ ഇല്ലാത്തതുകൊണ്ടാവും, മീൻ കയറാത്തതുകൊണ്ടാവും. പക്ഷെ എന്തായാലും നമ്മൾ തോറ്റു പിന്മാറുന്നില്ല. കൂട് വീണ്ടും നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നേരം വെളുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഏകദേശം ഒരു 5:30-6 മണിയായി. അതിനിപ്പോൾ നേരം വെളുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഇത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു രാത്രി കംപ്ലീറ്റ് കൂടെ അവിടെ കിടക്കും. അപ്പോൾ അങ്ങനെ സെറ്റാക്കി വീണ്ടും വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഇനി ഇങ്ങനത്തെ കൂടുണ്ടാക്കുന്ന ആളുകൾ കുറച്ചും കൂടി ചെറിയ കണ്ണി, അതായത് ഈ കണ്ണീനെക്കാട്ടിലും കുറച്ച് ചെറിയ കണ്ണിയിലെ ഇത് വെച്ചിട്ടുണ്ടാക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില മീനുകളൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് പോകാൻ കുറേ സമയം ഇതിൽ കിടക്കുന്ന സമയത്ത് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ തല അതിൽ ഉടക്കിയിട്ട് പുറത്തുനിന്ന് വല്ല ഞണ്ടോ അങ്ങനത്തെ തിന്നിട്ട് തല ഇല്ലാതെ അതിൽ കുടുങ്ങി കിടക്കുന്നതാണ്. ചിലതിൻ്റെ തല മാത്രം ഉണ്ടാവും, ബാക്കി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെറിയ കണ്ണിയാകുമ്പോൾ മീൻ കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോവില്ല, അപ്പോൾ അതിൽ കടന്നോളും. അപ്പോൾ എന്തായാലും നമ്മൾ കൂട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നാളെ രാവിലെ സമയത്താണ് നമ്മൾ കൂടെടുക്കുന്നത്. കൂടെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ കൂടെടുക്കുകയാണ്. കൂട്ടിൽ മീനുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ ഇന്നലെ വെച്ചപ്പോൾ മീൻ കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പോൾ അതാണ് നമ്മൾ വീണ്ടും ഇത് സെറ്റാക്കിയിട്ട് പോയത്. അപ്പോൾ ഇന്ന് രാവിലെ ആണ് ഇപ്പോൾ എടുത്തത്. ഒരു 6 മണിയാണ് ഇപ്പോൾ സമയം. അപ്പോൾ ഇതിൽ മീനുണ്ട് കേട്ടോ. ഇതിൽ ഇതൊന്ന് തുറന്നു നോക്കാം നമുക്ക്. ഇതിൽ ഒരു ഞണ്ടുണ്ട്, പിന്നെ അത്യാവശ്യം മീനുണ്ട്. കണ്ടോ, അത്യാവശ്യം മീൻ, നല്ല 2 മൂഷി, പിന്നെ അതുപോലെ തന്നെ ഒരു ബ്രാല്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നലെ ഫസ്റ്റിൽ മീൻ എടുത്ത സമയത്ത് ഉച്ച കഴിഞ്ഞിട്ട് കൂട് പൊക്കിയ സമയത്ത് മീനുകൾ ഉണ്ടായിരുന്നില്ല, മീൻ കുറവായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും ഈ സാധനം ഇവിടെ അതേപോലെ തന്നെ വെച്ചിട്ടാണ് പോയത്. ഇപ്പോൾ നേരം വെളുത്ത സമയത്ത് ഞാൻ വന്നിട്ടൊന്ന് എടുത്ത് നോക്കിയാണ്. അപ്പോൾ എൻ്റെ കൂടെ മറ്റേ സുഹൃത്ത് ഇല്ല, അജുമ്മലുണ്ടായിരുന്നു ഇന്നലെ വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ അധികം പറ്റിയിട്ടില്ല, എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് മീനിനെ കാണിച്ചു തരാം. ഈ ഫ്രണ്ടിൽ നമ്മൾ ഘടിപ്പിച്ച് വെച്ചാൽ 3 സ്പ്രിങ് ഉണ്ടല്ലോ, അത് പതുക്കെ കുളത്തുകൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മോർഭാഗം നമുക്ക് ഊരിയെടുക്കാം. അങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മീനിനെ പുറത്തെടുക്കാൻ പറ്റും. ഇനി അതിനോട് തട്ടിക്കാണ് എനിക്ക് ഞണ്ടടക്കം ഞണ്ട് 2 ഉണ്ടേ. ഞണ്ടുണ്ട്. ഇനി ഞണ്ടിനെ എങ്ങനെങ്കിലും ഒരു ഇതെന്നാണ് ഞണ്ടിനെ അങ്ങനെ പുറത്തെടുക്കുക. ഞണ്ടിനെ അങ്ങനെ പുറത്ത് കണ്ടോ, ഈ മീനിൻ്റെ തല അല്ല, തല ആ നെറ്റിൽ ഉടക്കിയിട്ട് പുറത്തുനിന്ന് എന്തോ ഞണ്ടോ നീർക്കോലി എന്തോ കടിച്ചിട്ട് പോയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കുറച്ചും കൂടി ചെറിയ ഇരുമ്പ് നെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാമെന്ന്.
അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.